ഞങ്ങൾക്ക് മൂന്നാമത്തവന് കിട്ടി 1.25 വയസ്സായപ്പോൾ നാലാമത്തേര് കിട്ടി. അപ്പോൾ ദൈവം തരേണ്ട സമയത്താണ് തന്നത്. അപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ ദൈവം തന്നെ തരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് അത് നടക്കില്ല. ദൈവം തന്നിരിക്കും. ദൈവത്തിന് തോന്നുന്ന സമയത്ത് നമുക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേര് ജോഷി. എൻ്റെ വീട്ടുപേര് വിധേയത്തിൽ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത്തിൽ വൈന്തല എന്ന ദേശത്ത് സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയാണ്. എനിക്ക് 4 മക്കളാണ്. മൂത്തവൻ ആഞ്ചലോ, രണ്ടാമത്തവൻ ആൻഗസ്. മൂത്തവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തവൻ 7ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം പരീക്ഷ എഴുതുന്നു. മൂന്നാമത്തെ ആള് ഏദൻ ജോഷി, നാലാമത്തെ എസ്തർ ജോഷി. മൂന്നാമത്തെ ആള് UKG പഠിക്കുന്നു. നാലാമത്തെ ആൾക്ക് 4 വയസ്സ്. മൂത്തമ്മേൻ്റെ പേര് ആഞ്ചലോ ജോഷി. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കണേ. അവൻ ഇച്ചിരി ഷൈയാണ്. എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്. ഇപ്പോൾ പുസ്തകത്തിൽ നിന്നുള്ള അറിവിനേക്കാൾ കൂടുതൽ അവന് അത് എല്ലാവരുമായിട്ട് ഇടപഴകി ഷൈയാണ്. എന്നാലും എല്ലാത്തിനെ കുറിച്ച് അറിയാം. പിന്നെ ഒന്നിലും കയറി അങ്ങോട്ട് മൂത്തവൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ. മൂത്തവനെ എല്ലായിടത്തേക്കും മുന്നോട്ട് കയറ്റണം. രണ്ടാമത്തവൻ എങ്ങനെയാ വെച്ചാൽ രണ്ടാമത്തവൻ എവിടെ ഉണ്ടായാലും 10 ആൾക്കാർ കൂടും. അവൻ ഇത്തിരി പെരുവരിപ്പ് കൂടുതലാണ്. മൂന്നാമത്തെ ആള് പെട്ടെന്ന് വിഷമം തട്ടുന്ന ടൈപ്പാണ്. ഭയങ്കര സ്നേഹമാണ്. രണ്ടാമത്തെ ആൾക്കും ഭയങ്കര സ്നേഹമാണ്. മൂന്നാമത്തെ ആൾക്കും ഭയങ്കര സ്നേഹം എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും സഹായിക്കാൻ ഭയങ്കര പരസ്നേഹിയാണ്. നാലാമത്തെ ആള് നാലാമത്തെ പെൺകുട്ടിയാണ്, എസ്തർ ജോഷി. 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇവള് വന്നപ്പോൾ ഞാൻ വിചാരിക്കും അവളാണ് മൂത്തതെങ്കിൽ അവള് മൊത്തം കുടുംബം നോക്കിയാണ്. അപ്പം വെച്ചാൽ എല്ലാത്തിനും ഒരു അടക്കം ചിട്ടയുണ്ട്. പിന്നെ ചേട്ടന്മാരുടെ അടുത്ത് ചേട്ടന്മാർക്ക് അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ. വീട്ടിലൊരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി നോക്കുന്നത് ഇപ്പം 4 വയസ്സായിട്ടുള്ളൂ അവളാണ്. എൻ്റെ രണ്ടാമത്തെ എൻ്റെ പേര് ആൻഗസാണ്. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ദൈവമേ എനിക്ക് കുറുമ്പന്മാരായ മക്കളെ തരണമെന്ന്. ദൈവം എന്തുകൊണ്ടോ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് എനിക്ക് വന്ന 4 മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂലോക കുറുമ്പന്മാരാണ്. അങ്ങനെ രണ്ടാമത്തവൻ്റെ ഒരു ആംഗസ്. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ക്ലാസ് PTAക്ക് പോയപ്പോൾ ടീച്ചറെ ഞങ്ങൾ വിളിച്ചിട്ട് ആ ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഇതാണ്, എൻ്റെ പൊന്നും കുരിശേ ഇതുപോലൊരു കുറുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിക്കും കണ്ടല്ലെന്ന് പറഞ്ഞത്. ഞാൻ അവൻ്റെ ക്ലാസ് ചെല്ലുമ്പോൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ കസാരയും പിടിക്കുമ്പോൾ മേശയമ്മ കൂടെ നടക്കിയിട്ട് എല്ലാ മേശയും അമ്മാരി കുറുമ്പാ. പക്ഷേ എന്ന് പറഞ്ഞാൽ അവനറിയാത്ത ആരുമായിട്ട് ആ സ്കൂളിലില്ല. ആളെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അവനില്ലെങ്കിൽ വീട് ഉറങ്ങി എന്നുള്ളതാണ്. പക്ഷെ അവനുണ്ടായ ഞങ്ങളുടെ സകല സൗകര്യവും പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ വെറുതെ ഇപ്പം ഇളയ 2 പേരുടെ അവരോട് നിൽക്കുമ്പോൾ വെറുതെ അവരൊന്ന് ഞോണ്ടിട്ട് പോകും. പിന്നെ അവർ കരയും. പിന്നെ നമ്മ അത് തീർക്കാതിരിക്കണം. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എനിക്ക് കിട്ടിയ 4 മക്കളും നല്ല കുടുംബന്മാരാ. അവർ പഠിക്കാൻ അത്ര വലിയ ബ്രൈറ്റ് ഒന്നും അല്ലെങ്കിലും അവരെ ഒരു ആവറേജ്. എന്നാലും അവരെനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കൂടെ തന്നെ പണിക്ക് സഹായിക്കാൻ ഞാൻ 2 പേരെയും കൊണ്ടുപോകാറുണ്ട് സൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടും അറിയിച്ചും നമ്മൾ വളർത്തണേ. കാരണം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവർ പല സ്ഥലത്തും പോകുമ്പോൾ പലരും അവരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ സഹായിക്കാൻ ആരെന്ന് ചോദിക്കുമ്പോൾ തന്നെ മോനാണ്. കാരണം അവർ എൻ്റെ പണിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല, ജസ്റ്റ് അവരൊന്ന് പിടിക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് മാത്രമല്ല, എനിക്ക് മക്കളെ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ അത്രയും സന്തോഷമാണ്. അപ്പോൾ എനിക്ക് അവരായിട്ട് ഞാനും ഒരു പണി കഴിഞ്ഞാൽ നേരെ എൻ്റെ കുടുംബത്തിലേക്ക് വരണേ. എനിക്ക് വേറെ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അങ്ങനൊരു ഇതിലാണ്. വേറെ പുറത്തൊരു ചുറ്റുപാടുമായിട്ട് എനിക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. കാരണം ഞാൻ രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരും.
ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വീട്ടിലുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മക്കളെ കൊണ്ടുപോകുന്നു. അപ്പം മക്കളെ കൊണ്ടുപോകുമ്പോൾ പലരും പറയാറുണ്ട്, നിനക്ക് എത്ര മക്കളാ? അപ്പോൾ ഞാൻ പറയും 4 മക്കളാ. അപ്പോൾ ഇതേമാതിരി നിനക്ക് മക്കളെയൊക്കെ സഹായിക്കാൻ നിൻ്റെ മക്കൾ നിൻ്റെ കൂടെ വരുമെന്ന് പറയാൻ വലിയ അത്ഭുതം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മക്കളെ അവരെ പങ്കാളികളാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിലായാലും അവർക്ക് ഒന്നും അവരെ ഇനി ഒരു ഇതില്ല, ഒരു പരിഗണനയില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളിലും പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസം എന്നെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് 5 മക്കളെ വേണം എന്ന് ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് കുട്ടികളെ ഇഷ്ടം, കുടുംബത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ എനിക്ക് ദൈവം തരുന്നത്. ഒരുപാട് സന്തോഷമായി. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് 5 മക്കളുടെ ഒരു കുടുംബത്തിലാണ്. അതിലെ ഏറ്റവും ഇളയ ആളിന്. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അപ്പോൾ അപ്പൻ പള്ളിയുടെ നടത്തിപ്പുകാരായിരുന്നു, അമ്മ പള്ളിയിൽ ജോലി ചെയ്യുന്നു. അപ്പനും രാവിലെ ചെറുപ്പത്തിൽ അങ്ങോട്ട് പോകുന്നു. ഞങ്ങളുടെ ചേട്ടന്മാരോ നേരത്തെ ആളെ എന്തായാലും ചേട്ടന്മാർ തന്നെ നോക്കണല്ലോ. അങ്ങനെ വളർന്നു വന്നു. അപ്പോൾ ചെറുപ്പത്തിൽ പിന്നെ ചേട്ടന്മാർക്ക് 3 മക്കളുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും കുഞ്ഞുങ്ങളോട് അവരെ ചെറുപ്പത്തിലുള്ള കളിയും ചിരിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഒരു പ്രത്യേക ഇതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു, കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് മിനിമം ഒരു 5 മക്കളേലും വേണം. അങ്ങനെയാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് വന്നത്. അത് ചെറിയൊരു വരുമാനത്തിൽ കൂടെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പം നമുക്കറിയാം, അപ്പൻ്റെ ആ അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം ഒരു കുടുംബത്തെ, ഈ 5 മക്കളുള്ള കുടുംബത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ സാമ്പത്തികം ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ 2 മക്കളുണ്ടായി. അന്ന് ഞങ്ങൾക്ക് കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ 10 വർഷം ഗൾഫിൽ കിടന്നപ്പോൾ അവിടുത്തെ മരുഭൂമി തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതവും. അപ്പോൾ പിന്നെ ഒരു പച്ചപ്പും ഉണ്ടായിരുന്നില്ല. ആ മരുഭൂമിയിലെ മണലാരണ്യമായിരുന്നു ഞങ്ങളുടെ ജീവിതം തുടർന്നിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ 2018 നാട്ടിൽ വന്നിട്ട് അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നിർത്തിപ്പോകുന്നു, എനിക്ക് അടുത്തൊരു കുട്ടി വേണം. കുട്ടികളെ നമുക്ക് അത്രമാത്രം അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ 3ാമത്തെ കുട്ടീനെ ജന്മം നൽകാം എന്ന ഉദ്ദേശത്തോടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ മാസം നോക്കിയപ്പോൾ ഇവിടെ പ്രളയമായി. അപ്പം അതുവരെ സമ്പാദിച്ചത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ആ പ്രളയത്തിന് ആകെ വീട്ടിൽ നിന്ന് ഒരു മൊബൈലും പിള്ളേരെയും പിടിച്ച് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ വീട് മുഴുവൻ മൊത്തം മുങ്ങി കിടന്നിട്ട് എല്ലാം നശിച്ചു വരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് 3ാമത്തെ കുട്ടി വന്നു. അപ്പോഴേക്കും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവാനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടി വരുന്നതോറും ഞങ്ങളുടെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. ഞങ്ങൾക്ക് പണ്ട് ദാരിദ്ര്യം മാറി. പിന്നെ ഞങ്ങൾ ഒരിത്തിരി കൂടി മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. 4ാമത്തെ കുട്ടിയായപ്പോഴേക്കും ഞങ്ങൾക്ക് കുഴപ്പമില്ല, മക്കളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്. അപ്പം ദൈവം മക്കളിലൂടെ ഞങ്ങളെയാണ് അനുഗ്രഹിച്ചത്. ആ ദൈവാനുഗ്രഹം ഞങ്ങൾ ശരിക്കും അനുഭവിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ മക്കളെ ഉണ്ടായവർ നമുക്ക് ഒരു ദൈവം സഹായിച്ച് ആർഭാടല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തരുന്നതാണ്. കാരണം വെച്ചാൽ 2ാമത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ടൈറ്റും, ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയേ. അപ്പോൾ ഞങ്ങൾ സ്വയമായിട്ട് കുഞ്ഞുങ്ങൾ ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് നിന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് കൂട്ടുന്നു. കാരണം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, ദൈവം വേണ്ടാന്ന് വെക്കില്ലല്ലോ. അപ്പം ആ സമയത്ത് എപ്പോഴോ ഞങ്ങൾ ചിന്തിച്ചു, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വൈകി പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വേണം എന്ന് കരുതിയിട്ട് കുഞ്ഞുങ്ങളെ വേണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനനുസരിച്ച് നിന്നപ്പോൾ ദൈവം തന്നെ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങൾ ട്രൈ ചെയ്തു, ദൈവം അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പോയി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് 3ാമത്തവനെ കിട്ടി. 1.25 വയസ്സായപ്പോൾ 4ാമത്തേര് കിട്ടി. അപ്പോൾ ദൈവം തരേണ്ട സമയത്താണ് തന്നത്. അപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ ദൈവം തന്നെ തരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് അത് നടക്കില്ല, ദൈവം തന്നിരിക്കും. ദൈവത്തിന് തോന്നുന്ന സമയത്ത് നമുക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കുടുംബ പ്രാർത്ഥനയുടെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥന എത്തിക്കാണ്ട് ഞങ്ങൾ കിടക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പുറമെ പോയാൽ തന്നെ എന്തെങ്കിലും യാത്രകൾ, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നേരം വൈകും. 10 മണിക്ക് ശേഷമാണ് എത്താന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോണ വഴിയിൽ ഒരുമിച്ച് കാറിൽ അതിനുള്ള പുസ്തകമൊക്കെ ഇട്ട് ഞങ്ങൾ കാറിൽ ഒരുമിച്ച് പ്രാർത്ഥന എത്തിക്കും. അല്ലെങ്കിൽ ഇനി വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന ആ സമയമാണെങ്കിലും ഒരുമിച്ചിരുന്ന ആ ഒരു കുറച്ച് നേരമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസ പ്രമാണം 5 പേർക്കും സ്വർഗസ്ഥനായി എത്തിക്കാവുന്ന രീതിയിൽ
അത് എത്തിച്ചിട്ടേ കിടക്കാറുള്ളൂ. നമ്മൾ അത്രയും ഇതൊന്നുമില്ല, പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും നമ്മോട് ചേർത്ത് നിർത്തി മക്കളെ കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. കാരണം നാളെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഭൗതികമായിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ നാളെ വലിയ റാങ്കുകളോ അല്ലെങ്കിൽ ഫുൾ A+കളോ ഒന്നല്ല നമ്മളെ സഹായിക്കണേ, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നാളെ മുന്നോട്ടൊരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു ഒറ്റ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമുക്ക് ദൈവാനുഗ്രഹം മാത്രം മതി. നമുക്ക് നാളെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും ദൈവം ചിന്തിക്കണേ. പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ എന്നൊന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയും. വേറെ എന്തും നമുക്ക് നേടാം, പക്ഷെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ, എനിക്ക് തോന്നുന്നു അത് വെറും അതൊരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാണ്ടാവും. അപ്പം ദൈവത്തിന് നമ്മൾ മനസ്സിലായാലും പ്രാർത്ഥിക്കുമ്പോൾ മക്കളോട് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ദൈവത്തോട് പറയണം. നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് കൊന്തയെത്തിക്കുകയല്ല, നിങ്ങൾ മനസ്സിലെപ്പോഴും ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനോടുള്ള ഇഷ്ടം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരുന്ന ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിട്ടില്ല. കാരണം അത് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. എനിക്ക് എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ മക്കളോട് പകർന്നു കൊടുക്കുന്നത്. മൊബൈൽ ഫോൺ ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് വർക്ക് ചെയ്യുന്നത് മൊബൈൽ വഴിയാണ്, നമുക്ക് വർക്കൊക്കെ വരുന്നതും. അപ്പോൾ അത് മാറ്റിയെടുത്താൻ പറ്റില്ല. പിന്നെ മക്കൾക്ക് നമ്മൾ മൊബൈലൊന്നും കൊടുത്തിട്ടില്ല. മക്കളെ നമ്മൾ മൊബൈലിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഇന്നത്തെ ടെക്നോളജിനെ നമുക്ക് അവർ മാറ്റിയെടുത്താൻ പറ്റില്ല. അതിലും ആൾ വളരണ്ട. ചെറിയൊരു സമയം വെച്ച് നമ്മൾ അവർക്ക് മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ട്, സ്വന്തമായിട്ട് അവർക്ക് ഒരിക്കലും കൊടുക്കുന്നില്ല. ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ച് എന്തുണ്ടായാലും 6 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. ഇപ്പൊ കൊച്ചു തൊട്ട് വലിയൊരു വരെ ഇപ്പൊ കൊച്ചിന് ഉപയോഗിക്കുന്നതായാലും മൂത്തവന് ഉപയോഗിക്കുന്നതായാലും ഒക്കെ ഒരുമിച്ചല്ലാണ്ട് പേഴ്സണലായിട്ട് വിട്ടു കൊടുക്കാറില്ല. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബം അല്ല, ഭാര്യയും ഭർത്താവാണ്. അപ്പൊ ഈ 4 മക്കളെ മാനേജ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും പിള്ളേർക്ക്. പക്ഷെ അത് എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സ്പേസിലാണ്, അല്ലാണ്ട് പേഴ്സണലായിട്ട് അവർക്ക് മൊബൈൽ ഒരിക്കലും കൊടുക്കുന്നില്ല. അപ്പം ഹാളിലിരുന്ന് അവർ മൊബൈൽ കുറച്ച് അവർ എന്തെങ്കിലും റീൽസ് എന്ന് പറയാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നമ്മൾ എതിർപ്പൊന്നും പറയാറില്ല. മക്കള് 4 പേര് ഒരുമിച്ചിരിക്കുമ്പോ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒറ്റയ്ക്ക് ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ, കുട്ടികൾ കുറച്ചു നേരം മൊബൈലിലൊക്കെ ഇരിക്കും. അത് നമുക്ക് അത്രമാത്രം നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എത്ര നമ്മൾ ഫോഴ്സ് ചെയ്താൽ അത് കിട്ടാൻ അവർ പിന്നെയും അത് കൂടുതൽ ഇത് ചെയ്യും. കുറച്ചൊക്കെ നമ്മൾ അനുവദിച്ച് കൊടുക്കും. ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പോണ ആൾക്കാരാണ്. വേളാങ്കണ്ണിയിൽ പോകുക മാത്രമല്ല, കൊച്ചുങ്ങളടക്കം ഇപ്പൊ കൊച്ചുണ്ടായപ്പനും ഇളയതുണ്ടായപ്പനും എല്ലാ വർഷത്തും പോവാൻ 2-3 പ്രാവശ്യം വർഷത്തിൽ മുടങ്ങിയിട്ടുള്ളൂ. വേളാങ്കണ്ണിയിൽ മുട്ടുത്തേഴിയും പിന്നെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പൊ മലയാറ്റൂരാണെങ്കിൽ എല്ലാ വർഷവും മലയാറ്റൂര് മക്കളെയും കൊണ്ട്, മക്കൾക്ക് ജനിച്ചപ്പോൾ തൊട്ട് എടുത്ത് ഞങ്ങൾ മലയാറ്റൂര് കയറും. മക്കളെ കൊണ്ട് ഞാൻ എല്ലായിടത്തേക്കും പോകാറുണ്ട്. ഇപ്പൊ അതിരപ്പള്ളിയെ കൊണ്ട്, ഈ ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട്, അല്ലെങ്കിൽ ഇനി പുറത്ത് എന്തെങ്കിലും ഔട്ട് കൈക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ ഈ മക്കളെയും കൊണ്ട് പുറത്തേക്ക് വൈഫായിട്ട് എല്ലാ സ്ഥലത്തും മക്കളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പിന്നെ 3ാമത്തെ കുട്ടിയായപ്പോൾ ദൈവം തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ശേഷി തരെയും. നമുക്ക് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ കുട്ടികളായിട്ട് പോകുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് മക്കൾ വന്നപ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം കൂടുതൽ വന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇനി യാത്ര പോകുമ്പോഴാണ് ചിലരിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ മക്കൾ പോകുമ്പോൾ ആരെങ്കിലും കളിയാക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അഭിമാനമാണ് ഈ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങുക. ഞാൻ തല ഉയർത്തി പിടിച്ച് തന്നെ നടക്കുന്നത്. അത് ഇപ്പം എനിക്ക് 5 മക്കളാണ്, അത് സാധിച്ചില്ല. എന്നാൽ ഈ 4 മക്കളെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ പറയും മറ്റുള്ളവർക്ക് നമ്മളോട് ശരിക്കും പറയാൻ പറ്റത്തില്ല, അസൂയോടെ അവർ നോക്കുന്നത്. കാരണം അവർക്ക് പറ്റാത്ത നമ്മൾ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ മക്കൾ വേണമെന്നാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. അത് ദൈവം ഇത്രയും തന്നു, അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇതിൽ യാതൊരു പരിമിതിയില്ല ഈ മക്കളെ നമുക്ക് നോക്കണതിന്. അത് നമുക്ക് അതിന് സാധിക്കും. എന്ത് കാര്യവും തീരുമാനം എടുക്കുന്നതായാലും അത് ഭക്ഷണമായാലും
എന്ത് കാര്യവും ഞങ്ങൾ കുഞ്ഞു തൊട്ട് വലുത് വരെ ഒക്കെ എല്ലാം ഒരു അഭിപ്രായത്തോടു കൂടിയ. ഇപ്പോൾ ഇത് തന്നെ എന്ത് കാര്യം ഏതിനെ കുറിച്ചായാലും 6 പേരും ഒരുമിച്ചാണ്. അവരിൽ നിന്ന് ഞങ്ങളൊന്നും മറക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഞങ്ങളെ പോലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെന്നാണ് ഞങ്ങൾക്ക് തോന്നണേ. ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കാണ്. അവള് ഭയങ്കര സ്നേഹമുള്ളവളാണ്. ജോഷേട്ടൻ നല്ല സ്നേഹമുള്ള ആളാണ്. മക്കളോട് ഭയങ്കര സ്നേഹമാണ്. എല്ലാ കാര്യവും എന്തും നമുക്ക് തുറന്നു പറയാം. അവളെ സ്നേഹം കൂടുന്തോറും ദേഷ്യം കൂടും, അതറിയാലോ. പക്ഷെ അവള് മക്കളെ കെയർ ചെയ്യണ കാര്യത്തിലായാലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് വൈഫ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ആൾക്ക് അഭിപ്രായമുണ്ട്. പിന്നെ വീട് ഇത്ര അടുക്കും ചിട്ടയായിട്ട് വീട് നോക്കുക, നമുക്ക് വന്ന് കയറുമ്പോൾ വീട്ടിൽ നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കുക, മക്കളെ നന്നായിട്ട് പൊന്നുപോലെ നോക്കുക, ഇതൊക്കെ ഭാര്യയുടെ ഏറ്റവും നല്ല ഗുണങ്ങളാണ്. അഭിപ്രായങ്ങളൊക്കെ യോജിപ്പിക്കാൻ ആൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഭാര്യയാണ് നമ്മുടെ ഭാഗ്യം. അപ്പോൾ നമുക്ക് പ്രാർത്ഥന പറയുന്നത് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. മക്കളെ എന്ത് പറഞ്ഞാലും അത് എസ്സാണ്. പിന്നെയും ഞാനാണ് അവിടെ നോ പറയുന്ന ആള്. ഞാൻ പെണ്ണ് കാണാൻ പോയ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത്. ഞാനും ബ്രോക്കറും കൂടിയാണ് പോകുന്നത്, വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റൂല, ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ നമ്മ റെഡിയല്ല, അങ്ങനെ ഒന്നും ആരും കാണാനും വന്നിട്ടില്ല. അന്ന് പള്ളിയിൽ പോയ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യില്ല, തലമുടിയൊക്കെ അങ്ങനെ തന്നെ വെച്ചൊരു ഡ്രസ്സ് എടുത്തിട്ടു. അവളെ കണ്ടു തിരിച്ചിറങ്ങി കഴിയുമ്പോൾ അവളുടെ അമ്മ എന്നോട് ചോദിച്ചു, ചെക്കൻ്റെ പേര്, അത് എൻ്റെ പേരെന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോഷി എന്ന് പറയുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെക്കൻ എങ്ങനെ ഉണ്ടെന്നോ ഒന്നും നോക്കിയില്ല. അപ്പോൾ ചെക്കൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ജനലിൽ കൂടെ നോക്കിയത് നേരെ ആളുടെ കണ്ണിൽ തന്നെയായിരുന്നു നോക്കിയത്. ജനലിലൂടെ എൻ്റെ വൈഫിൻ്റെ 2 കണ്ണുകൾ തിളങ്ങണത് ഞങ്ങൾ എന്നെ നോക്കിക്കൊണ്ട്. എനിക്ക് മുഖം വെറുപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടില്ല. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ചേട്ടൻ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. നിങ്ങൾ എന്തൊരു സുഖമായിട്ട് കിടന്നുറങ്ങണം വഴക്കായിട്ട്, പക്ഷെ നമ്മുടെ മനസ്സ് തകർന്നിട്ട് നമുക്ക് കിടന്നുറങ്ങുന്നതാ, അതവർ മനസ്സിലാക്കുന്നില്ല. ചേട്ടൻ ചോദിക്കുമ്പോൾ ചേട്ടൻ ഉറങ്ങുന്നതിൻ്റെ കാരണം അപ്പം എനിക്ക് ഉറങ്ങാത്തത് കൊണ്ട്, ഞാൻ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. മക്കൾക്കറിയാം വീട്ടിലൊരു അസ്വസ്ഥത വന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ താളന്നിട്ട് ഭക്ഷണ കാര്യം ഒരു സകല കാര്യങ്ങളും മാറ്റം വരുമ്പോൾ അവർ തന്നെ അവസാനം ഇതെങ്ങനെ കൂട്ടി വയ്ക്കണം. പിന്നെ ഒട്ടുമിക്ക എല്ലാ വർഷവും വേളാങ്കണ്ണി പോകാറുണ്ട്. പിന്നെ ചെറായിൽ പോവും. അത് പിന്നെ കൊച്ചുങ്ങളുള്ളപ്പോൾ ഒട്ടുമിക്ക പാർക്കിലും കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ പിള്ളേരെ കൊണ്ടുപോകും. അങ്ങനെ ചേട്ടൻ അങ്ങനെ ഒരു ചെറിയ ഒഴിവ് കിട്ടിയാൽ അവിടെ പോകാന്ന് പറഞ്ഞ് പോകുന്ന ടൈപ്പാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാന്ന് പറയാൻ വേറെ വിരസതയാണ്. അപ്പോൾ അവളായിട്ട് പോവുക, വർത്താനം പറയാം, എവിടെയും പോയി ചായ കുടിക്കുക, ഇടയ്ക്ക് ചെറായി പോവുക. ഞങ്ങൾ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ടൂർ പോയപ്പോൾ മക്കളെയൊന്നും കൊണ്ടുപോയില്ല, ഞാനും എൻ്റെ വൈഫും കൂടി ഗോവയ്ക്ക് പോയി പള്ളിയിൽ നിന്നുള്ള ടൂറിന്. പിന്നെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു ബൈക്ക് എടുത്തു, അവൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി, അവളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, അവളെയും കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം മക്കൾ ടീനേജിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് കൂട്ടുകാരാണ് വരുന്നത്. അവർക്ക് മക്കളുടെ കൂടെ കാരണന്മാരുടെ അപ്പനമ്മൻ്റെ കൂടെ നിന്ന് യാത്ര ചെയ്യാൻ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. കിട്ടാവുന്ന സമയം ഭാര്യയായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുക. അതിനുവേണ്ടി പരമാവധി ഞങ്ങൾക്ക് പോകുന്നിടത്ത് എല്ലായിടത്തും പോകാറുണ്ട്. മലക്കപ്പാറ തുടങ്ങി എല്ലാ വർഷവും ഞങ്ങൾ ടൂർ പോകാറുണ്ട്. കുറേയൊക്കെ മക്കൾ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോകാറുണ്ട്. എനിക്ക് കൂട്ടുകുടുംബം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ 9 പേരും എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ 9 പേരും. 2 കുടുംബം കൂട്ടുകുടുംബമാണ്, നിറയെ ആൾക്കാരാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമാണ് കല്യാണം. അതുപോലെ എല്ലാ കാര്യത്തിനും എല്ലാവരും ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ആങ്ങള മാത്രമേ ഉള്ളൂ. കൂട്ടുകുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവില്ലാണ്ട് പോയിട്ടില്ല. കാരണം വേറെ നമ്മുടെ കുടുംബത്തിൻ്റെ അപ്പുറത്ത് പുതിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടിക്ക് ഈ വീടായിട്ട് ചേരാൻ പറ്റില്ല. ഇവിടുത്തെ വീട്ടുകാർക്ക് ആ പെൺകുട്ടിയായിട്ട് ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പരമാവധി ആണുങ്ങൾ അവരെ പരമാവധി യോജിപ്പിച്ച് ഏറ്റവും നല്ലത് കൂട്ടുകുടുംബമാണ്. കാരണം നമ്മുടെ മക്കളെ അടുത്ത ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് 4 മക്കളും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അവിടെ ഒരുപാട് കൂട്ടുകുടുംബം, അപ്പനമ്മ ഇല്ലാത്തതിൻ്റെ. ഇപ്പം
പല ആവശ്യങ്ങൾക്കും എൻ്റെ മക്കളെ എനിക്ക് അവരെ ഏൽപ്പിച്ചു പോകേണ്ട ആവശ്യം. സെപ്പറേറ്റഡ് ഫാമിലി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കൾക്കൊരു ഉത്തരവാദിത്വ ബോധം വരും. അതായത് എൻ്റെ മൂത്ത മക്കൾക്ക് അവർക്ക് ഒരു കളരിയാണ് ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാളെ മക്കളെ വളർത്താൻ ഒരു പിതാവിൻ്റെ ഒരു കഴിവാണ് അവർക്ക് നാളെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ എൻ്റെ മക്കളെ ഞാനും എൻ്റെ വൈഫും കൂടി പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു ഭംഗിയായിട്ട് ഭക്ഷണം വാരി കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും അവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കൂട്ടുകുടുംബമാകുമ്പോൾ നമുക്ക് അമ്മമാരും അപ്പന്മാരും നമ്മുടെ കൂടെ ഉണ്ടാവും. എൻ്റെ ഒരു സങ്കടത്തിനും ഇപ്പോൾ ഒരു ചെറിയൊരു ദേഷ്യം ഒന്നും ഭാര്യയായിട്ട് തല്ലി പിടിച്ചാൽ അതിനെ കൂട്ടി വയ്പ്പിക്കാനൊക്കെ അവരെപ്പോഴും ഉണ്ടാവും. അതൊരു വലിയ ഗുണം തന്നെയാണ്. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് ദൈവം കാണിച്ചു തന്നതാണ്. മാതാവിൻ്റെ അടുത്ത് പോയി പിറ്റേ ദിവസം തന്നെ നമുക്കത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. കാണിച്ചു തന്ന് ആഴ്ച തന്നെ അതിൻ്റെ പിന്നെയുള്ള കാര്യങ്ങൾ നടത്തി സർജറി ചെയ്തു. ദൈവത്തിന് ഞാനൊരു കൂട്ടുകാരനായിട്ട് കണ്ടേക്കണേ. ദൈവമായിട്ട് എപ്പോഴും എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനത് യാത്രയിലായിക്കോട്ടെ. ദൈവമേ ഇപ്പോൾ ഒരു നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുമല്ലോ. ഇത്രയും വലിയ കുടുംബമാകുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നടന്നോളൂ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എങ്ങനെ കാര്യങ്ങൾ നടക്കും, എനിക്കൊരു പിടുത്തമില്ല, നീ തന്നെ നോക്കിക്കോളാം, നീ തന്ന മക്കളാണ്, നീ തന്ന ഭാര്യയാണ്, അവർ നീ തന്നെ നോക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം എന്തെങ്കിലും വഴി അതിന് നമുക്ക് കണ്ടെത്തി തരാറുണ്ട്. ഇതുവരെ അതിനൊരു കോട്ടം ദൈവം വരുത്തിയിട്ടില്ല. സ്ഥിരമായിട്ട് ഞാൻ രാവിലെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാറുണ്ട്. 4 മണി തൊട്ട് 6:30 വരെയുള്ള ടൈമിൽ ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കും, കൊന്തെത്തിക്കും. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നേരിട്ട് ഇന്ന പ്രാർത്ഥന എന്നല്ല, എൻ്റെ ഉള്ളിൽ തോന്നുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ, ഒരു സംഭാഷണം പോലെ. അത് എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷമാവാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളായിരിക്കാം, മക്കളുടെ കാര്യങ്ങളായിരിക്കാം. പല രീതിയിൽ ഞാൻ സംസാരിക്കും തമ്പുരാനോട്. അപ്പോൾ എല്ലാ ദിവസവും കൊന്തെത്തിക്കും, ബൈബിൾ വായിക്കും. അത് ആദ്യമൊക്കെ ആൾ ഇങ്ങനെ ഇത് എന്തിനാ ഇങ്ങനെ എപ്പോഴേതൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ ആൾക്കത് ഭയങ്കര ആളും അത് അക്സെപ്റ്റ് ചെയ്ത് പോകും. എൻ്റെ കൺമുമ്പിൽ എന്തെങ്കിലും ഒരാൾ അതിന് അർഹപ്പെട്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് സഹായം അവർക്ക് ചെയ്യാൻ പഠിക്കാറില്ല. അത് ചിലപ്പോൾ പള്ളിയിൽ ചിലപ്പോൾ അവരിപ്പോൾ വിളിച്ച് പറഞ്ഞ പിരിവിൽ കൂടെ ആയിരിക്കില്ല. എൻ്റെ മുമ്പിലൊരു വ്യക്തി കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആൾക്ക് സാമ്പത്തികമായ അവസ്ഥയെന്ന് പറയുമ്പോൾ ഇപ്പോൾ വിധവയുടെ കാണിക്കുമാതിരി എൻ്റെ ഒരു ഇതിൽ നിന്നുള്ളൊരു അംശം ഞാൻ അവർക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇച്ചിരി 20, 21, 22 വയസ്സിൽ കഴിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നവരോട് ഞാൻ വൈകിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഒക്കെ വീട്ടിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ നല്ല ഫ്രീ ആണ്. എനിക്ക് എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്തും പറയാം, ആളോട് എന്തും പറയാം. വിവാഹം വൈകും തോറും നമുക്ക് കുട്ടികളുണ്ടാവാനുള്ള സാധ്യത വൈകുന്നു. ഇപ്പം നേരത്തെ ഒരു 10-27 വയസ്സാവാൻ നമ്മൾ സെറ്റ് ആവണമെങ്കിൽ ആ ചെറിയ ജോലി മതി. നമ്മൾ കൂടുതൽ കാര്യങ്ങളെ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്കൊരു വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ച്, നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക, നേരത്തെ കല്യാണം കഴിക്കുക, പിന്നെ മക്കളുണ്ടാവാൻ അധികം വൈകാണ്ടിരിക്കുക. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ മക്കള് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊരു ദൈവവിളി ഉണ്ടാവണം. നമ്മുടെ ആഗ്രഹമാണ്, അത്യാഗ്രഹമാണെന്ന് അറിയില്ല, ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ മക്കളോട് പറയും, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് ദൈവവിളിയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇപ്പം 3ാമത്തെ മോനെ എന്നോട് ഇപ്പോഴും പറയും, പപ്പ എനിക്ക് അച്ഛനായാൽ മതി, എനിക്ക് വേറെ ഒന്നുണ്ടെങ്കിൽ അച്ഛനാവണം. അപ്പം ഞങ്ങൾ പറയും, ചേട്ടന്മാർ പറയും നീ അച്ഛനാവില്ലാന്ന് പറഞ്ഞാൽ തന്നെ ഇവര് ഭയങ്കര സങ്കടമാണ്. അപ്പം എനിക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ ഒരു 3ാമത്തെ മോനെ ഒരു അച്ഛനായി കിട്ടണമെന്ന്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണത്. മതബോധനം എല്ലാ ഞായറാഴ്ചയും ഡെയിലി പോകുന്നുണ്ട്, മുടങ്ങാറില്ല. ഒറ്റ അസുഖമായാൽ പോലും ചെറിയ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്ന മതബോധനം ഇതുവരെ മുടക്കിയിട്ടില്ല. അതിനുവേണ്ടി അവർക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഡെയിലി പള്ളിയിൽ പോകാനായിട്ട് പറ്റാറില്ല, കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. പഠനത്തിൻ്റെ ട്യൂഷൻ അങ്ങനെയൊക്കെ ഡെയിലി പോകാൻ പറ്റാറില്ല. പിന്നെ പറ്റാവുന്ന ദിവസമൊക്കെ അവർ ഞങ്ങളൊപ്പം പോകാറുണ്ട്. പിന്നെ എല്ലാ വിശേഷ ദിവസമായാലും പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ വീട്ടിലെന്തും ഉള്ളൂ. അവര് പള്ളി കാര്യങ്ങളിലൊക്കെ നല്ല ആക്റ്റീവാണ്. അവരുടെ ഇപ്പൊ അവര് ഈ ഫുൾ അറ്റൻഡൻസിന് ടൂർ പോയിരുന്നു. അപ്പൊ അങ്ങനെ ദൈവിക കാര്യങ്ങളൊക്കെ അവര് നല്ലൊരു കാഴ്ചപ്പാടോട് വളർന്നു വരുന്നത്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലോട്ട് അവർ പറഞ്ഞു വരുന്നുണ്ട്, എടാ ഞാനൊക്കെ ചെറുപ്പത്തിലോട്ട് എൻ്റെ ചെറുപ്പത്തിൽ എന്ന് ഞാൻ പറയും, ഞങ്ങൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ നിർബന്ധമായിരുന്നു പള്ളി പോകുന്നത്. കാരണം അത് ഞങ്ങളുടെ വീടും പള്ളിയായിട്ട് വളരെ ദൂരം കുറവായിരുന്നു. പക്ഷെ ഇപ്പം അത് ഞങ്ങളുടെ പള്ളിയായിട്ട് കുറച്ച് ഒരു 1-2 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം എന്നും ഞങ്ങൾക്ക് അവരെ ഇത് ചെയ്യാൻ പറ്റില്ല. എന്നാലും പരമാവധി അവരെയൊക്കെ നമ്മൾ എല്ലാ ദിവസങ്ങളും അവധി ദിവസങ്ങളിലൊക്കെ അവരെ നിർബന്ധിച്ച് പള്ളിയിൽ വിടാറുണ്ട്. ഞങ്ങൾക്ക് ആത്മീയമായിട്ട് തോന്നുമ്പോൾ, ഒരു ധ്യാനം കൂടണം എന്ന് തോന്നുമ്പോൾ, കല്യാണം കഴിഞ്ഞ്
ആ മൂത്തവൻ 1 വയസ്സായിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോട്ടയിൽ ഒരാഴ്ച ധ്യാനം പോയി. ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയ ധ്യാനം അതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ പള്ളിയിലായാലും ധ്യാനത്തിന്റെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ എന്നൊന്നും അല്ല, എപ്പോഴും അല്ല, കേൾക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറയും, ഇപ്പൊ അവിടെ നിന്നല്ല, നമുക്കൊന്ന് കൃപാസനത്തിൽ പോവാ, അല്ലെങ്കിൽ ഈ പള്ളിയിൽ പോവാ, അല്ലെങ്കിൽ ഏത് അങ്ങോട്ട് പോവാ, നല്ല അങ്ങനെ പറഞ്ഞ ചേട്ടൻ അതിന് കൂടെ വെക്കും. എന്നാൽ ഇപ്പൊ ഇന്ന ദിവസം തീരുമാനിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അപ്പൊ നമ്മ പറഞ്ഞു കൊടുക്കണ വിശ്വാസം അവർക്ക് ഈ സ്ത്രീഹന്മാരല്ല വിശുദ്ധന്മാരായാലും അതൊക്കെ അവർ കേട്ട് ഇന്ന ആളോട് ഇന്ന അങ്ങനെ ഓരോന്നോരോ നമ്മളിൽ നിന്നാണ് ഓരോ അറിവ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മാതാവ് ആയാലും ഔസപിതാവായാലും എല്ലാവരുമായിട്ട് അവർക്ക് കൂടുതൽ ആരോട് എന്ത് പ്രാർത്ഥിക്കണം, എന്തപേക്ഷിക്കണം, ആരോട് മാധ്യസ്ഥ അപേക്ഷിക്കണം എന്നൊക്കെ നമ്മളോട് ചോദിച്ച് പോകുന്നത്. മക്കളുടെ ഞങ്ങൾ തീർത്ഥയാത്രകളൊക്കെ പോകാറുണ്ട്. ഇപ്പം അറിയാമല്ലോ, വേളാങ്കണ്ണിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നതാണ്. അതുമാതിരി ചെട്ടിക്കാട്, പിന്നെ നമ്മുടെ പള്ളിയിൽ തന്നെ എല്ലാ പരിപാടികളിലും ഊട്ടിരുന്നാളിൽ അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. മക്കൾ അതിലൊക്കെ നല്ല ആക്റ്റീവാണ് പരിപാടികൾക്കൊക്കെ. അവർ ധ്യാനം വരുമ്പോൾ, കുട്ടികളുടെ ധ്യാനം വരുമ്പോൾ, നമ്മുടെ പള്ളിയിലുള്ള വരുമ്പോൾ ധ്യാനത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിൽ അവരുടെ സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ അവരുടെ വളർച്ചയ്ക്ക് വളരെ പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെയും നമ്മുടെ സഭയ്ക്ക് അകത്തും ഇപ്പോൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീനെ അപേക്ഷിച്ച് നമ്മുടെ സഭയ്ക്ക് അകത്തും കുഞ്ഞുങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പം ഞാൻ പറയുന്നത് ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം മക്കൾ ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ തരുന്നത് ദൈവമാണ്. നമ്മുടെ ഒരു കഴിവല്ല. ഇപ്പം എൻ്റെയോ എൻ്റെ ഭാര്യയുടെയോ കഴിവുകൊണ്ടല്ല മക്കളെ ഞങ്ങൾക്ക് ഉണ്ടായത്. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ആ ദാനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ മക്കളെ വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ട് ദൈവം തന്നെ നടത്തി തരും. കാരണം ദൈവം നമുക്ക് മക്കളെ തന്നാൽ ആ ദൈവത്തിന് ആ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം. മക്കളെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കുടുംബത്തിനുള്ള വീടുന്നില്ല, സ്വർഗ്ഗമാണ് ശരിക്കും. കാരണം ഇവരുടെ ആ കളിയും ചിരിയും ഇവരുടെ ആയിട്ട് ഞങ്ങൾ ശരിക്കും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഭക്ഷണം കഴിക്കായിരിക്കും. അപ്പോൾ വേറെ മീഡിയ ഒന്നുമില്ല. ചെറിയൊരു ഡൈനിങ് ടേബിൾ, ഞങ്ങൾ ചെറിയൊരു കുടുംബമാണ്. ആ ചെറിയ കുടുംബത്തിൽ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഞങ്ങൾ എല്ലാവരും ചുറ്റിക്കും. തൊടാനും മുട്ടാനിരിക്കാവില്ല. പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം കളിയാക്കി അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടികൾ ഒരു ഇത് തന്നെ. അല്ലാണ്ട് ഒരു കുട്ടികളുള്ളടത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് ഒരു ഗ്ലൂമി ആയിട്ടിരിക്കും. ആ അവസ്ഥയിൽ നിന്ന് എല്ലാവരും തല്ലി പിടിച്ച് നല്ല രസകരമായിട്ട് സന്തോഷമായിട്ട് അവരുടെ ആ മുഖത്ത് ആ വീട്ടിൽ നിന്നുള്ള സന്തോഷം പുറത്തു വന്നാലും അതെന്തായാലും ഉണ്ടാവും. അവരുടെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. ഓരോ മക്കൾ വരുമ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക ചെയ്യുക. ഒരു കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പാടില്ല എന്നല്ല, പക്ഷെ അതൊക്കെ ദൈവം തരണം ചെയ്തു തരും. ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി വരുമ്പോഴും ഓരോ കുട്ടി വരുമ്പോഴും ഞങ്ങളുടെ കഷ്ടപ്പാട് കുറയാണ് ചെയ്തത്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമുക്ക് സന്തോഷവും. അതുകൊണ്ട് പുതിയ ദമ്പതികളോട് പറയുകയാണെങ്കിൽ മക്കളെ ആര് നോക്കും? ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിഞ്ഞ് താമസിക്കണവരെ കാരണന്മാരുണ്ടായിരുന്നില്ല. എന്നിട്ടും എല്ലാ കാര്യവും സ്മൂത്തായിട്ട് ദൈവം താങ്ങാന്ന് പറഞ്ഞാൽ അതേമാതിരി താങ്ങിയാണ് ഞങ്ങളിവിടെ എത്തിയത്.